മാംസം ഇറുന്ന് വീണാൽ പോലും അറിയാത്ത അവസ്ഥ എന്ന് പറയുമ്പോൾ കുഷ്ഠരോഗിയുടെ അവസ്ഥ എത്ര ഭീകരമാണ്. ഇനി യേശു ജീവിച്ച കാലത്തേക്ക് നിങ്ങളൊന്ന് നോക്കിക്കേ. ലേവ്യ പുസ്തകം 13-ാം അധ്യായമൊക്കെ ഒന്ന് വീട്ടിൽ പോയി പതിയെ വായിക്കണം. അത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും, കർത്താവേ, ഈ ജൂതന്മാരുടെ നാട്ടിൽ കുഷ്ഠരോഗം വരുന്നതിൽ നല്ല ചത്തുപോകുന്നതാണ് നമുക്ക് തോന്നും. കാരണം ഒരു മനുഷ്യന് കുഷ്ഠരോഗം വന്നാൽ ആ മനുഷ്യൻ എന്ത് ചെയ്യണം? അവന് പള്ളി വരാൻ പറ്റത്തില്ല, വൈദികരുടെ പുരോഹിതന്റെ അടുക്ക വരാൻ പറ്റത്തില്ല, കുടുംബത്ത് കയറാൻ പറ്റത്തില്ല, സുഹൃത്തുക്കളുടെ അടുത്ത് വരാൻ പറ്റത്തില്ല, പാളയത്തിന് പുറത്ത് എവിടെയെങ്കിലും പോയി ഒറ്റയ്ക്ക് ജീവിച്ചോണം. ഇനി അഥവാ കുഷ്ഠരോഗം മാറിയാൽ അത് വന്ന് പുരോഹിതനെ കാണിച്ചിട്ട് വീട്ടിൽ കയറാൻ പറ്റും. ഇനി ഒറ്റയ്ക്ക് ഭ്രഷ്ട് കൽപ്പിച്ചവനെ പോലെ മാറി ജീവിക്കുന്ന ഈ മനുഷ്യൻ നാട്ടിലേക്കോ പള്ളിയിലേക്കോ വരേണ്ട ആവശ്യമുണ്ടെങ്കിൽ എങ്ങനെ വരണമെന്നാണ് പറയുന്നത്? അശുദ്ധൻ വരുന്നു എന്നിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് വേണം വരാൻ. കാരണം കുഷ്ഠരോഗിയെ തൊടുന്നവനും കുഷ്ഠരോഗിയോട് സംസാരിക്കുന്നവനും എല്ലാം അശുദ്ധനാണ് ആ നാട്ടിലെ. അത്രത്തോളം ഭയാനകമാണ്. അങ്ങനെ വിളിച്ചു പറയാൻ പറ്റുന്നില്ല.